പശ്ചിമേഷ്യ എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് അതിൻ്റെ യുദ്ധം കൊണ്ടാണ്. മിഡിൽ ഈസ്റ്റിൽ ഈ അടുത്ത സമയത്ത് ഇസ്രയേലും ഒപ്പം തന്നെ ലെബനനും ഹമാസും ഒക്കെയുള്ള യുദ്ധമായിരുന്നു വാർത്തകളിൽ നിറച്ചിരുന്നെങ്കിൽ ഈ കുറഞ്ഞ നാളുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് പശ്ചിമേഷ്യകൾ വാർത്തകളിൽ സ്ഥാനം പിടിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ പഴയ സൗദിയല്ല, വല്ലാതങ്ങ് മാറുകയാണ്. കഴിഞ്ഞ ദിവസം മക്കയും മദീനയുമൊക്കെ വിദേശ നിക്ഷേപകർക്ക്, അതായത് അമുസ്ലിങ്ങളായുള്ളവർക്ക് നേരിട്ട് നിക്ഷേപം നടത്താവുന്ന തരത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പുരോഗമനത്തിൻ്റെ പാത എന്ന് പറയുമ്പോൾ അവിടെ നടന്ന ഒരു സംഭവം അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ ഊർജ്ജ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറ്റലിയും സൗദി അറേബ്യയും തമ്മിൽ ചേർന്നൊരു കരാർ ഒപ്പുവെച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സൗദി അറേബ്യയിലെത്തി. ജോർജിയ മെലോണി സൗദി അറേബ്യയിലെത്തിയ വാർത്ത ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്തുകൊണ്ട് വൈറലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെലോണിയുടെ വസ്ത്രവിധാനം തന്നെയായിരുന്നു. സൗദി അറേബ്യ പോലെ കടുത്ത മതനിയമങ്ങളുള്ള ഒരു രാജ്യത്ത് ശിരോവസ്ത്രം ധരിക്കാതെ മറ്റു രാജ്യങ്ങളിലുള്ള വനിതാ ഭരണാധികാരികൾക്ക് ചെല്ലാൻ കഴിയാതിരുന്ന കാലത്ത് നിന്ന് സൗദി ഒരുപാട് മാറിയിരിക്കുന്നു. ശിരോവസ്ത്രം ധരിക്കാതെയാണ് മെലോണി അതിൻ്റെ മീറ്റിങ്ങുകളിലും മറ്റും പങ്കെടുത്തത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നതും. മുൻപ് UAE-യിലെത്തിയ മെലോണിയെ ശിരോവസ്ത്രം ധരിപ്പിക്കാൻ അവിടുത്തെ ഭരണാധികാരികൾ ശ്രമിച്ചെങ്കിലും അതിന് മെലോണി വഴങ്ങിയിരുന്നില്ല. അത് മുന്നിൽ കണ്ടായിരിക്കാം സൗദി അത്തരത്തിൽ അവരോട് പെരുമാറാതിരുന്നതും. ഏതായാലും തട്ടം ധരിക്കാതെ ഇല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കാതെ മെലോണി എത്തിയിരിക്കുന്നു. വലിയ മാറ്റങ്ങൾ, ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നതെന്നോർത്ത് മതമൗലികവാദികൾ നെറ്റി ചുളിക്കുന്നുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.